ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഈ നൂഡിൽസ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നൂഡിൽസ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബീൻസ്, സവാള, ക്യാരറ്റ്, പിന്നെ നമുക്ക് ഇഞ്ചി അങ്ങനത്തെയൊക്കെ വേണം. ഇത് 4 മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 4 മുട്ട. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ മുട്ട കൊത്തി പൊരിച്ചിരിക്കില്ലേ, അതുപോലെ കൊത്തി പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വേണം കേട്ടോ. അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം മുട്ട നന്നായി ചെറുതായി ഇങ്ങനെ കൊത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നമ്മൾ നൂഡിൽസ് വേവാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുട്ട മാറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച പച്ചക്കറികളില്ലേ, ക്യാരറ്റ്, സബോള, ബീൻസൊക്കെ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ആ പച്ചക്കറികളൊക്കെ ഇനി ഈ പച്ചക്കറി വഴണ്ടാനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത് ഒരു തക്കാളിയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് വേവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി അതൊന്ന് അടച്ച് വെച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കുക. വെള്ളം നൂഡിൽസൊക്കെ ഒന്ന് യോജിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ നൂഡിൽസിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ നൂഡിൽസിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തിപ്പൊരിച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.